കർത്താവേ, സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ഇന്ന് നാം വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കാര്യമാണ് ചിന്തിക്കാൻ പോകുന്നത്. അതായത് ഗ്യാസ്ട്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്യാസ് ഉള്ളവനെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന്. അതായത് ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി, ടയറിൽ ഫുൾ കാറ്റുണ്ടെങ്കിൽ, അതിനാവശ്യമനുസരിച്ചുള്ള കാറ്റുണ്ടെങ്കിൽ നന്നായിട്ട് വണ്ടി ഓടും. എന്നാൽ കാറ്റ് കുറച്ച് കുറവാണെങ്കിൽ വണ്ടിയുടെ ഓട്ടത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും. നന്നായിട്ട് കുറഞ്ഞാൽ ചിലപ്പോൾ പാളിപ്പോയി അപകടങ്ങൾ സംഭവിക്കാം എന്ന് പറഞ്ഞതുപോലെയാണ് ഗ്യാസ്ട്രോയെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ പ്രധാനമായി 2 ഡോക്ടേഴ്സിനെ ഓർത്തു പോവുകയാണ്. ഒന്നാമത്തത് ഡൽഹിയിലെ ക്യാൻസർ വിദഗ്ധനായ സുദീപ് റെയ്ന സാറും പരിയാരം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന ബൈജു കുണ്ടിൽ സാറും. ഈ 2 ഡോക്ടർമാർ വളരെ വിദഗ്ധ ഡോക്ടർമാരായിരുന്നു. ഈ 2 പേരുടെയും കൂടി ഒരുമിച്ച് ഒത്തിരി സർജറികൾ ചെയ്യുവാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബൈജു സാറാണ് ഒരു മൈക്രോസ്കോപ്പിൽ എന്നതുപോലെ എവിടെയാണ് മൈന്യൂട്ട് വെയിൻ ഉള്ളത് പോലും കണ്ടുപിടിക്കാൻ ശക്തമായ കഴിവുള്ള ഒരു നല്ല സർജനാണ് ബൈജു കുണ്ടിൽ സാറ്. ഈ അവസരത്തിൽ ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി വളരെ സ്ട്രക്ചർ പറഞ്ഞ ശേഷം വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ ആവശ്യമുള്ളൂ. കാരണം കുറേ കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ആവശ്യമാണ്. ഗ്യാസ്ട്രോ എൻട്രോളജി, ഗ്യാസ്ട്രോ മെഡിസിൻ, ഗ്യാസ്ട്രോ സർജറി. അപ്പോൾ ഗ്യാസ്ട്രോ മെഡിസിൻ എന്ന് പറയുമ്പോൾ ടു ഫൈൻഡ് ഔട്ട് ദ ഡിസീസ്, അസുഖം കണ്ടുപിടിച്ച ശേഷം മെഡിസിനിലൂടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖപ്പെടുത്തുന്നതാണ് ഗ്യാസ്ട്രോ മെഡിസിൻ. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള, അതായത് ERCP, കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി, OGD-സ്കോപ്പി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ ടു ഫൈൻഡ് ഔട്ട് ദ ഡിസീസ്, പ്രശ്നം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നാം ഗ്യാസ്ട്രോ എൻട്രോളജിയിലൂടെ നാം ഡോക്ടറെ സമീപിക്കുകയാണ്. എന്നാൽ ഗ്യാസ്ട്രോ സർജറി എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ആൻഡ് എക്ടമിയാണ്. ഈ അവസരത്തിൽ നമ്മുടെ മൂക്കിൻ്റെ അറ്റം മുതൽ അല്ലെങ്കിൽ വായുടെ അറ്റം മുതൽ രക്തം വരെ, അതിനപ്പുറത്ത് ഏനസ് വരെ നമ്മുടെ ഗ്യാസ്ട്രോ സർജറിയുമായി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രോളജിയുമായും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സത്യാവസ്ഥയാണ്. അതായത് ഈസോഫേസ് മുതൽ സ്റ്റൊമക്ക് വരെ, സ്റ്റൊമക്ക് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഡയഫ്രം, ലിവർ, സിഗ്മോയിഡ് ഭാഗങ്ങൾ, കോളം, ഒത്തിരി ഭാഗങ്ങൾ, ഇതെല്ലാം റിലേറ്റഡ് ആണ് ഗ്യാസ്ട്രോ. അപ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ് ഗ്യാസ്ട്രോ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സർജറി ചെയ്തിട്ടുള്ളത് ഗ്യാസ്ട്രോയിലും, അത് കഴിഞ്ഞാൽ പിന്നെ ഗൈനക്കിലുമാണ്, പിന്നെ ENT എല്ലാത്തിലും ഉണ്ട്. എന്നാൽ ഗ്യാസ്ട്രോ ഒത്തിരി കേസുകൾ. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കേസുകളുള്ളത്? ഗ്യാസ്ട്രക്ടമി ഉണ്ട്, അത് സ്റ്റൊമക്കിനെ റിമൂവ് ചെയ്യുന്നതാണ്. കോളക്ടമി ഉണ്ട്, സിഗ്മോഡക്ടമി ഉണ്ട്, വിപ്പിൾ സർജറി ഉണ്ട്, ഈസോപ്പയോറ്റമി ഉണ്ട്, ഹെർണിയുണ്ട്. അങ്ങനെ ഒത്തിരി സർജറികൾ ഉള്ളതാണ് ഗ്യാസ്ട്രോ സർജറി. ശരീരത്തിൽ നല്ല ശതമാനം, ആന്തരിക ഭാഗങ്ങൾ നല്ല ശതമാനം, എല്ലാ ശതമാനവും അതെല്ലാം ഗൈനക്ക് പോലെ റിലേറ്റഡ് ആണ് ഗ്യാസ്ട്രോ സർജറി എന്ന് പറയാം. ജസ്റ്റ് ഒരു സർജറിയെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാസ്ട്രോയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കോളക്ടമി. അതായത് നമ്മുടെ ശരീരത്ത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എനർജിയെല്ലാം നൽകുന്നത് ഗ്യാസ്ട്രോ തന്നെയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പിത്തരസത്തിലൂടെയും ബൈലിലൂടെയും ഹൈഡ്രോക്ലോറിക് ആസിഡിലൂടെയും എല്ലാം അതിനെ രൂപപ്പെടുത്തി നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ പോഷകങ്ങൾ നമുക്ക് ഇൻറ്റസ്റ്റൈനിലൂടെയാണ് ശരീരത്തിൽ ലഭിക്കുന്നത്. അപ്പോൾ എനർജിയുടെ നല്ലൊരു ഭാഗം തന്നെയാണ് ഗ്യാസ്ട്രോ, അല്ലെങ്കിൽ ഗ്യാസ് ഉള്ളവനെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ മുന്നോട്ട് ചെയ്യുകയാണ് ഗ്യാസ്ട്രോ. അപ്പോൾ കോളം എന്ന ഭാഗത്ത് എന്താണ് കോളക്ടമി? നമുക്ക് ഈ കോളം എന്ന ഭാഗത്ത് അബ്നോർമൽ പ്രോലൈഫറേഷൻ ആയിട്ടാകാം, അല്ലെങ്കിൽ ട്യൂമറായിട്ടാകാം, അല്ലെങ്കിൽ പെരിസ്റ്റാറ്റിക് മൊബൈലിൻ്റെ പ്രശ്നം കൊണ്ടാകാം,
അതിന് പല കോംപ്ലിക്കേഷനിലൂടെ ആ ഭാഗത്തു നിന്നും മലം പുറത്തോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് പുറത്തോട്ട് പോകാൻ തടസ്സമായി കോളത്തിൽ കിടക്കുകയാണ്. ഈ അവസരത്തിൽ പാൽപേഷനിലൂടെ അല്ലെങ്കിൽ CT ആകട്ടെ, USG ആകട്ടെ, അല്ലെങ്കിൽ MR ഏതെങ്കിലും കണ്ടുപിടിക്കും ടു ഫൈൻഡ് ഔട്ട് ദ ഡിസീസ് ഡയഗ്നോസിസ്. അപ്പോൾ കണ്ടുപിടിച്ച ശേഷം ശരീരത്തിൻ്റെ ലെയറെ പറ്റി ഒത്തിരി പഠിച്ചിട്ടുണ്ട്. ഡെർമിസ്, എപ്പിഡെർമിസ്, പെരിറ്റോണിയൽ ലെയർ, മസിൽ ലെയർ. അതിനപ്പുറത്ത് നമ്മുടെ അബ്ഡോമൻ, പെരിറ്റോണിയൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പോലീസ്മോൻ ഓഫ് അബ്ഡോമൻ കാണാം. എന്ന് പറഞ്ഞാൽ അതൊരു അതായത് നമ്മുടെ കട്ടി കുറഞ്ഞ ഒരു ഭാഗമാണ്. നമ്മുടെ അബ്ഡോമിനൽ കാവിറ്റിയിൽ ഏറ്റവും നമ്മുടെ ഈ ഇൻറ്റസ്റ്റൈനിലെ മോൾ ഭാഗത്തായിട്ട് ഇങ്ങനെ പോലീസ്മാനായിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു ഭാഗമാണ് അത്. ആ ഭാഗത്ത് എന്തിനാണ് അത് സഹായിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെ ഇൻഫെക്ഷൻ കൂടാതെ സഹായിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണ്. അതിന് പോലീസ്മാൻ ഓഫ് ദ സർജൻ എന്ന് ഒമൻറ്റത്തെ പറയുന്നത്. അപ്പോൾ ഈ ഒമൻറ്റം നെയ്യ് പാട പോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഡെർമിസും എപ്പിഡെർമിസും പെരിറ്റോണിയലും മസിൽ ലെയറും എല്ലാം തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കോളം പുറത്തോട്ട് എടുത്തു വെക്കാൻ കഴിയും. അതിനുശേഷം 2 സ്ഥലത്തും ക്ലാമ്പ് വെക്കും. പാൽപ്പഴം ചെയ്യുമ്പോൾ ആ ട്യൂമറുള്ള ഭാഗം വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ 2 ഭാഗത്തും ക്ലാമ്പ് ചെയ്യും. ആർട്ടീരിയൽ ക്ലാമ്പ് ഉപയോഗിച്ച് ക്ലാമ്പ് ചെയ്തിട്ട്, ഇപ്പം നീളമുള്ള ഭാഗത്താണെങ്കിൽ 2 സ്ഥലത്തും ക്ലാമ്പ് ചെയ്യും. അതിനുശേഷം അത് കോട്ടറി ഉപയോഗിച്ചിട്ട് ബ്ലീഡിങ് കൂടാതെ മുറിച്ചെടുത്ത് കളഞ്ഞ് വീണ്ടും അനിസ്തമോസിസിലൂടെ അല്ലെങ്കിൽ സ്യൂച്ചറിലൂടെ അവ രണ്ടും യോജിപ്പിച്ച് കഴിയുമ്പോൾ ആ അഫക്റ്റഡ് പാർട്ട്, ട്യൂമർ പാർട്ട് എടുത്ത് കളയുമ്പോൾ വീണ്ടും ആ രോഗിക്ക് സാധാരണ രീതിയിൽ പെരിസ്റ്റോളിക് മൂവ്മെൻറ്റിലൂടെ തൻ്റെ കർമ്മങ്ങൾ നടക്കുവാൻ സഹായിക്കുന്നു. അപ്പോൾ ഗ്യാസ്ട്രോ സർജറി എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ സർജറിയും ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യം പറയുന്നില്ല. അപ്പോൾ വളരെ വിലപ്പെട്ടൊരു സർജറിയാണ് ഗ്യാസ്ട്രോ സർജറി. അപ്പോൾ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകുമ്പോഴും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും മറ്റു തരത്തിലുള്ള ദഹനക്കുറവുകളുണ്ടാകുമ്പോഴും ഛർദി ഉണ്ടാകുമ്പോഴെല്ലാം നമുക്ക് ഉദാഹരണമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സർജറിയായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ടു ഫൈൻഡ് ഔട്ട് റിയൽ കോസ് ഗ്യാസ്ട്രോ എൻട്രോളജിയിലൂടെ, ഗ്യാസ്ട്രോ മെഡിസിനിലൂടെ, ഗ്യാസ്ട്രോ സർജറിയിലൂടെ കണ്ടുപിടിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്തു സുഖപ്പെടുത്തുക എന്നത് ഓരോ വ്യക്തിയുടെയും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാൽ ഗ്യാസ്ട്രോ എൻട്രോളജി ആയാലും സർജറി ആയാലും മെഡിസിൻ ആയാലും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സർജറിയാണ്, അല്ലെങ്കിൽ മെഡിസിനാണ്, അല്ലെങ്കിൽ എൻട്രോളജിയാണ് ഗ്യാസ്ട്രോ. അപ്പോൾ വളരെയധികം കേസുകൾ അസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും പ്രത്യേകം ഓർക്കുന്നു. അതിനാൽ നല്ല ആരോഗ്യം നിറഞ്ഞ ഒരു പവർഫുള്ളായ ഗ്യാസ് എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയാണ്. ഗ്യാസ് നിറഞ്ഞ നല്ല വ്യക്തികളെ എല്ലാ ദൈവവും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളും കണ്ടുപിടിക്കാൻ, രോഗങ്ങൾ കണ്ടുപിടിക്കുവാനും ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. അതുപോലെ എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. വളരെയധികം എനർജറ്റിക്കായ ഈ ഗ്യാസ്ട്രോ ഓർക്കുമ്പോൾ ഒത്തിരി നന്ദിയോട് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആരോഗ്യവാന്മാരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുവാക്കെടുത്തുകയാണ്. എല്ലാവർക്കും 1000 നന്ദി.